പഴയ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എന്തൊരു രസമായിരുന്നു. ഞാൻ ഓർക്കും ഞാനിപ്പോൾ എൻ്റെ ചെറുപ്പത്തിലേക്കൊന്ന് പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് വരുന്ന തലേദിവസം പിള്ളേരോടൊക്കെ പറയും നമുക്കെല്ലാവർക്കും കൂടെ ഒരു പുൽക്കൂടുണ്ടാക്കണം, നക്ഷത്രം ഉണ്ടാക്കണം, എല്ലാവരും ഇങ്ങോട്ടൊന്ന് വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ കൂട്ടുകൂടി പറമ്പിക്കൂടെയൊക്കെ നടന്ന് ഓരോ ഈന്തലയും പിന്നെ ഈ കാളിപ്പനയുടെ തണ്ടും എല്ലാം മുറിച്ചുകൊണ്ട് വന്നു. എല്ലായിടത്തും ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണമെങ്കിൽ പോലും അതിന് ചേരുന്ന ഒരു മരം നോക്കി നടക്കും. അതൊക്കെ വെട്ടി വലിച്ചുകൊണ്ട് വന്ന് മുറ്റത്തൊക്കെ വെച്ച്. ഇപ്പോഴെല്ലാം ഈ LED ബൾബൊക്കെ ഇട്ട് ഭയങ്കര സ്റ്റാറ്. അന്ന് അതൊന്നും ഇല്ല. അന്ന് നമ്മുടെ ഈ ഓല തെങ്ങിൻ്റെയും അതിൻ്റെയൊക്കെ അകത്തുനിന്ന് വലിച്ചൂരി 4 സ്റ്റാറൊക്കെ ഉണ്ടാക്കി കയറൊക്കെ ഇട്ട് കെട്ടി വെച്ചേച്ച് പിന്നെ കുറച്ച് മാവെടുത്ത് കുഴച്ച് ഈ പേപ്പറൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഒട്ടിച്ച് പിന്നെ അതിനകത്ത് ഒരു തട്ടുപോലെ ഉണ്ടാക്കും. മെഴുകുതിരി കത്തിച്ച് വെക്കാനോ അല്ലെ ചെറിയ വിളക്ക് വെക്കാനോ ഒക്കെ ആയിട്ട്. എന്നിട്ട് ഇങ്ങനെ തോരണങ്ങൾ ഉണ്ടാക്കി വെക്കും. അതും ഇതുമൊക്കെ ഉണ്ടാക്കി അന്നത്തെ ആ ആവേശവും അന്നത്തെ ആ ഒരു ചൈതന്യമൊന്നും ഇന്നില്ല. അന്നെന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ടൊരു ഒരുക്കമാണ്. ഇന്നെന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള ഒരുക്കമാണ്. ഭയങ്കര സെറ്റപ്പാണ്. പടക്കമായിട്ടും അങ്ങനെ ഇങ്ങനെ. അന്നത്തെ ചിന്താഗതി അല്ല ഇന്നത്തെ ചിന്താഗതി. ഇന്നെങ്ങനെയല്ല അടിപൊളിയാക്കണം. അന്ന് നമുക്ക് ആത്മീയമാക്കി ഒരു ഈശോയെ വരവേൽക്കുവാനുള്ള ആ ഒരു മനോഭാവം നമ്മുടെ ഉള്ളിലുണ്ട്. അത് നമ്മൾ ഒരു ക്രിസ്മസ് കഴിയുമ്പോൾ അടുത്ത ക്രിസ്മസിന് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടേ ഇരിക്കുന്നത്. കാരണം അന്നൊക്കെ എന്ന് പറയുമ്പോൾ ദാരിദ്ര്യമാണ്. ഒരു ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്കന്ന് അടിപൊളി ഫുഡ് കിട്ടും, കേക്ക് വല്ലവരും ഒക്കെ കൊണ്ടുവരും. നമ്മളെ വീട്ടിൽ നിന്ന് കേക്ക് കിട്ടിയില്ല അങ്ങനെ അടിച്ചു പൊളിച്ച്. പിന്നെ പാതിരാക്കുർബാനയ്ക്ക് ഒരു പള്ളിയിൽ പോക്കുണ്ട്. നല്ല കഴിച്ചുവിട്ടുമൊക്കെ കത്തിച്ച് എല്ലാവരോടും വിളിച്ച് ആ വെട്ടത്തിന്റെ കീഴെ നിന്ന് അന്ന് ടൈം പീസ് ഇത് ഒന്നും ഇല്ലായിരുന്നല്ലോ. വാച്ചും ഇല്ല, ടൈം പീസ് ഇല്ല, ഒന്നുമില്ല. അത് ഞങ്ങളൊരു എഴുന്നേറ്റേച്ച് പള്ളിയിലോട്ട് പോവാ. പുല്ലത്ര പള്ളിയില്ല. നടന്ന് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ആട് വെട്ടിയെടുത്ത് കൂടെ പോലില്ല, ഒരു മനുഷ്യനില്ല. ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേനെ അവിടെ നല്ല ചൂട് ചാര കിടപ്പുണ്ട്. ഏതാ ഈശോയെ കഴിഞ്ഞിട്ട് അങ്ങനെ അത് കഴിഞ്ഞ് ഇവിടെ പരിപാടിയെല്ലാം തീർന്നല്ലോ. അല്ല കുമാർ കഴിഞ്ഞിട്ട് എല്ലാരും പോയി. ഞങ്ങൾ ഇത് കഴിച്ചു. പിന്നെ തിരിച്ച് വീട്ടിൽ വന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഇവിടെ കുർബാന കാണാം ഇവിടെ പോയി. അങ്ങനെയാണ്. അപ്പൊ അന്ന് ഇവിടെ പുൽക്കൂട് കിട്ടും പരിപാടിയൊന്നും ഇല്ലായിരുന്നു. പരിപാടി ഉണ്ട്. പക്ഷെ ഞങ്ങള് ക്ഷീണിച്ചൊക്കെ കിടന്നു പറയും. അന്ന് വെളുപ്പിനെയാണല്ലോ, 3 മണിക്കോ പറ്റാ. ഇന്നിപ്പോ നമ്മള് കിടക്കുന്നില്ലല്ലോ. 11 മണിയൊക്കെ ആകുമ്പോഴത്തേന് പള്ളിയിലെ പരിപാടി തുടങ്ങുമല്ലോ. അന്ന് വെളുപ്പിനെ 3 മണിക്കാ. അന്നേരത്തെ കിടന്നുറങ്ങിപ്പോയി. അങ്ങനെ ഒരു അത്ര ഉണ്ടായിരുന്നു നിങ്ങളുടെ തീർച്ചയാ ഈശോള് വരവേൽക്കാൻ. ഞങ്ങൾ അങ്ങനെയല്ലായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ആവേശമായിരുന്നു. കാരണം ചുറ്റുവട്ടത്ത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ആൾക്കാർ കുറവ്. അന്ന് അവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒത്തിരി വീട്ടുകാർ അടുങ്ങി കിടക്കുന്നവരാണ്. അപ്പോൾ എല്ലാവരും കൂടെ കൂട്ടി ഒരു യാത്ര പോകുന്നവരെ പള്ളിയിൽ പോകും. ഇന്നിപ്പോൾ ക്രിസ്മസ് കേക്ക് പള്ളിയിലാണ്. അന്ന് വല്ലതും ഉണ്ടോ? അന്ന് വല്ലതും ചെറിയ കേക്ക് കിട്ടി അത്ര തന്നെ. എന്നാലും ഈശോ പറക്കുന്നുള്ളൊരു സന്തോഷം വരുമ്പോഴത്തേനും പിന്നെ ഏറ്റവും അത്യാവശ്യം ക്രിസ്മസ് നമുക്ക് ഡ്രസ്സ് മേടിച്ചു തരും എത്രയാണേലും. കാരണം പാതിരാക്കുർബാനയ്ക്ക് പോകുമ്പോൾ നല്ല ഡ്രസ്സ്. പിറ്റേ ദിവസം ഞാൻ കുഴുവപ്പള്ളി പെരുന്നാൾ വരുമ്പോഴത്തേനും ഇതെല്ലാം നടക്കുകയല്ലോ. അത് കാരണം ആ ഒരു ക്രിസ്മസ് ആണ് ഞങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ആഘോഷിച്ചുകൊണ്ടിരുന്നത്. അത്ര മനോഹരമായിരുന്നു അന്നത്തെ ക്രിസ്മസും ചിന്താഗതികളും ഒക്കെ. അന്ന് ഈ പറഞ്ഞാല് ദാരിദ്ര്യമാണല്ലോ. നമ്മൾ വല്ല കേക്ക് കിട്ടി മുറിച്ചു പങ്കുവെച്ചു. പിന്നെ അതേപോലെ എല്ലായിടത്തും കൊണ്ട് അയൽവാസികൾക്ക് കൊടുക്കുന്ന ഒരു പരിപാടിയൊന്നും ഇല്ല. പിന്നെ ഞങ്ങൾ കരോള് നടത്തുമായിരുന്നേ. അടിച്ചു പൊളിക്കുമായിരുന്നു. കാരണം കരോൾ പ്രത്യേകത. ഞങ്ങൾ എല്ലാവരും ഇവിടെ കൂട്ടുകാരെല്ലാം കൂടെ കൂടിപ്പോയി ഉണ്ണീശോയും മേടിച്ചുകൊണ്ട് പോയി കരോൾ പിരിവ് നല്ല ഭംഗിയായിട്ട് അതെല്ലാം നടത്തി. അന്നും ബലൂണുണ്ട്. അത് മത്സരിച്ച് വീർപ്പിച്ച് കെട്ടും അങ്ങനെയൊക്കെ. പിന്നെ ഈ പുൽക്കൂടാണേലും നല്ല ഭംഗിയായിട്ട് കച്ചി. അന്ന് ഒറിജിനൽ പുൽക്കൂടാ. ഇന്നിപ്പോ വരവ് പുൽക്കൂടല്ലേ എല്ലാം കിട്ടുന്നത്. അന്ന് ഞങ്ങള് ഇങ്ങനെ പുൽക്കൂടിനകത്ത് നെല്ല് മുളപ്പിക്കും. നേരത്തെ നെല്ല് ഇതുപോലെ മുളപ്പിച്ച് ഞാറാക്കിയിട്ട് വഴിവെട്ടി അങ്ങനെ കിണറ് കുത്തും, പാളയും തൊട്ടിയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. ചിലയിടത്തുണ്ടായിരിക്കും കേട്ടോ.
ആ പഴയ പാരമ്പര്യം അനുസരിച്ച് എല്ലായിടത്തും ഒക്കെ വെക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെയാണ് അന്നത്തെ ക്രിസ്മസ്. അതും ഇതുമായിട്ട് ടാലി ചെയ്ത് നോക്കുമ്പം എവിടെ പോകുന്നു ചിന്താഗതികൾ. ഞങ്ങൾ ഈ നക്ഷത്രമൊക്കെ ഉണ്ടാക്കുന്നത് ഈ ഇല്ലിയുടെ മുള കീറിയിട്ട് ഇങ്ങനെ നക്ഷത്രമായിട്ട് ഉണ്ടാക്കി 2 എണ്ണം കൂടി കെട്ടിച്ച് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കൊമ്പ് വെച്ച് ഇങ്ങനെ ഒരു ഇതായിട്ട് വെച്ച് അതിനകത്ത് പിന്നെ ഞങ്ങൾ ഈ ഇതില്ലേ വിളക്ക് വെച്ചു, മണ്ണെണ്ണ വിളക്ക് വെച്ചിട്ട് അതിനകത്ത് ഫിറ്റായിട്ട് ശരിയാതെ എല്ലാം റെഡിയാക്കി വെച്ച് പിന്നെ ഞങ്ങൾ കയറ് കെട്ടി മരത്തിൻ്റെ മുകളിൽ കൊണ്ട് വലിച്ചു കയറ്റും. ഇങ്ങനെ കയറ്റി അത് നേരം വെളുക്കുന്നിടം വരെ ആ വിളക്ക് അങ്ങനെ രാത്രി മുഴുവൻ എല്ലാവർക്കും കാണാം വിളക്ക്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങളെ ഇറക്കി വെച്ചേച്ച് വീണ്ടും മണ്ണ ഒഴിച്ച് നിറച്ചേച്ച് വീണ്ടും വലിച്ചു കയറ്റി. അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളെ നക്ഷത്രം രൂപീകരിച്ചിരിക്കുന്നത്. നല്ല രസമായിരുന്നു, എന്ത് രസമായിരുന്നു. എല്ലാവരും കൂട്ടുകാർ ഇവിടെ ഒത്തിരി പേര് വരും ഇത് കാണാൻ. ഇങ്ങനെ വന്ന് കണ്ടു എല്ലാവരും. അങ്ങനെ എല്ലാ വർഷവും അങ്ങനെ തന്നെ ഒന്നിനൊന്നിനും മെച്ചമായിട്ട് ഓരോ വർഷം ആഘോഷിച്ചിരുന്നു. ഇന്നത്തെ തലമുറയുടെ ചിന്താഗതിയും പഴയ തലമുറയുടെ ചിന്താഗതിയും വ്യത്യാസം. അന്ന് ആത്മീയമായിട്ട് ഈശോ വരുന്നു, ഈശോ എൻ്റെ വീട്ടിൽ ജനിക്കണം. ഈശോയ്ക്ക് അന്ന് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ സിസ്റ്റേഴ്സാണ് ഞങ്ങൾക്ക് അത് 25 ദിവസം നിങ്ങൾ ഈശോയ്ക്ക് കുട്ടിയോടുപ്പ്, പേസ്റ്റ്, ബ്രഷ്, അങ്ങനെ ഓരോ പുണ്യപ്രവൃത്തികൾ ചെയ്തു വെക്കുമ്പോൾ അത് ഈശോയ്ക്ക് ഉടുപ്പുണ്ടാക്കണം, ഈശോയ്ക്ക് കാൽമേശ ഉണ്ടാക്കണം, കൈമേശ ഉണ്ടാക്കണം. അങ്ങനെ പല രീതിയിലും ഈശോയ്ക്ക് ഇന്നതുണ്ടാക്കി വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ നമുക്ക് ഒരു ചാർട്ട് ഉണ്ടാക്കി നേരത്തെ വെച്ച് തരും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഒരു ദിവസം 10 നന്മറിഞ്ഞോരെയാണെങ്കിൽ അങ്ങനെ ചെല്ലും, എത്രയും തേളമേതാവാണെങ്കിൽ അങ്ങനെ ചെല്ലും. അങ്ങനെ ഓരോ ദിവസവും ഇതൊക്കെ ചെല്ലി ഈശോയ്ക്ക് വേണ്ട ഓരോരോ സാധനങ്ങൾ ഉരുപ്പിടികൾ പോലെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. അതൊക്കെ ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല. അത് ഇന്നത്തെ വന്നൊരു ടാലി ചെയ്യുമ്പം അതിമടങ്ങ് വ്യത്യാസമാണ്. പക്ഷെ ഈ പുതിയ തലമുറയോട് പറയാനുള്ള ഒരൊറ്റ കാര്യം, കുഞ്ഞുങ്ങളെ നിങ്ങൾ ആ പഴയതിലേക്കൊന്ന് കടന്നു പോകണം. അവിടെ ആ പഴയതിലേക്ക് പോയി കഴിയുമ്പോഴും നമുക്ക് ആ ഈശോ എൻ്റെ ഹൃദയത്തിൽ ജനിക്കണം, എൻ്റെ വീട്ടിൽ ജനിക്കണം, എൻ്റെ സഹോദരങ്ങളിലുണ്ടാകണം. എല്ലാവർക്കും ആ സ്നേഹത്തിൻ്റെ ഐശ്വര്യം, സ്നേഹത്തിൻ്റെ ആ കൂട്ടായ്മയാണ് ഏറ്റവും ബലമുള്ളത്. കുടുംബത്തിലുള്ള അപ്പനും അമ്മയും മക്കളും സഹോദരങ്ങളും എല്ലാവരും കൂടി ഒരു ഉച്ചയ്ക്ക് ഒരു വലിയ ഫുഡും ഒക്കെ ഉണ്ടാക്കി അന്നത്തെ രീതി അനുസരിച്ച് നമ്മുടെ വീട്ടിൽ എന്തെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ മേടിച്ച്. ഇന്നിപ്പോൾ കുഴിമന്തി ആയിട്ടും ഇതായിട്ടും മേടിച്ചോണ്ട് വന്ന് എല്ലാവരും കഴിക്കുക. ആ ഒരു സുഖമല്ല. ഒന്നിച്ചുണ്ടാക്കി ഒന്നിച്ച് കഴിച്ച് ആ സന്തോഷം പങ്കിടുക. യേശുവിനോട് കൂടി ആയിരുന്നുകൊണ്ട് എല്ലാം ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു സംതൃപ്തി. എന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്രിസ്മസിന് പേത്രത്തായിക്ക് ക്രിസ്മസ് പേത്ര ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളാണല്ലോ ഇറച്ചികൾ മേടിക്കുകയും അത് ഭംഗിയായിട്ട് വെച്ച് വിളമ്പി എല്ലാവരും കൂടി പങ്കുവെച്ച് കഴിക്കുന്നു. അതൊരു പ്രത്യേക എന്ന് പറഞ്ഞാൽ നമ്മൾ അന്നത്തെ ദിവസം കുരിശു വരയ്ക്കാനും പ്രാർത്ഥിക്കാനൊക്കെ പ്രത്യേക ഒരു പ്രചോദനമായിരുന്നു. ഈ ഇറച്ചിക്കറി കൂട്ടി ക്രിസ്മസ് ഘോഷിക്കാമല്ലോ. ഇന്നിപ്പം അതിൻ്റെ ആവശ്യമില്ല ആൾക്കാർക്ക്. കാരണം എല്ലാ മക്കളൊക്കെ വെളിയിലുണ്ട്, അവിടുന്ന് അവർ പൈസ അയച്ചു കൊടുക്കും. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് ഈ ക്രിസ്മസിനെ പറ്റി പറയാനുള്ള ഒത്തിരി നല്ല അനുഭവങ്ങൾ.